ഗൈസ്, അപ്പം ആമസോൺ ഗാഡ്ജറ്റ് വീഡിയോ ആയതുകൊണ്ട് ഇത് കുറെ കാലമായിട്ട് ഇവിടെ യൂസ് ചെയ്യാണ്ട് വെച്ചൊരു ഗാഡ്ജറ്റ് ആണ്. സോ കാല് മസാജർ ഗൈസ്, വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്. അപ്പൊ ഇത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എനിവേ ഇവിടെ കുറെ മോഡുകളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ മസാജ് ചെയ്യുന്ന ഒരു മസാജ് മെഷീൻ ആണ്. ഞാൻ അന്ന് ഇതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് എടുത്തിട്ടില്ല. സോ നമുക്ക് ഇപ്പൊ എന്താക്കണം, ഇത് വെച്ച് നോക്കാം. രണ്ട് കാലിങ്ങനെ വെക്കുക, എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് അമർത്തി കൊടുക്കുക. ഓ മൈ ഗോഡ്, എന്തോന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ട. ഓ ഗൈസ്, ബെസ്റ്റ് ആമസോൺ പ്രൊഡക്റ്റ് എവർ. കാലം കൊണ്ട് അമർത്തിട്ട് ഇതിന്റെ അടിയിലൂടെ ഒക്കെ പല പല സാധനങ്ങൾ വരുന്നുണ്ട്. നോക്കിയാ ജസ്റ്റ് കാണിച്ചരാ. ഇതിൻ്റെ എന്തൊക്കെയോ പല പല ബോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇത് മസാജ് ചെയ്യുന്നത്. നല്ല ഫീൽ ഉണ്ട്, സീരിയസ്ലി നല്ല ഫീൽ ഉണ്ട്. പിന്നെ ഇതാക്കണം, ഇവിടെ കുറെ മോഡുകളുണ്ട്. ഓട്ടോ മോഡ്, കസ്റ്റം മോഡ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാം, എല്ലാ സാധനവും കൺട്രോൾ ചെയ്യട്ടെ. ഭയങ്കര ഫീലാണ്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും വാങ്ങാൻ പറ്റിയ പ്രൊഡക്റ്റ് ഗൈസ്. കാരണം കാല് നിങ്ങളെ വീട്ടിലമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഓ അടിപൊളി. ഗുഡ് മോർണിംഗ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഇതിന്റെ പ്രൈസ് 4500 രൂപ ഗൈസ്. 4500 രൂപക്ക് കാല് മസാജ്, അമേസിംഗ് ഗൈസ്. കിടുക്കൻ ഡീലാണ്. അന്ന് ഞാൻ കുറച്ച് റേറ്റ് കൂടിയിട്ടാണ് ഞാൻ വാങ്ങിയത്, പക്ഷെ ഇന്ന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത്. നിങ്ങളെ വീട്ടിലെ അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കാല് മസാജ് ചെയ്യാൻ ജസ്റ്റ് ഇപ്പം തന്നെ വാങ്ങിക്കുക. അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ 2-2.5-3 വർഷം യൂസ് ചെയ്യുന്നത്, ഇതുവരെ ഒരു കുഴപ്പമില്ല. അടിപൊളി ഗൈസ്. അപ്പം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് ആമസോൺ ഗാഡ്ജറ്റ്സ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറെ പ്രൊഡക്ട്സ് ഇവിടെ ഉള്ളതുണ്ട്, നിങ്ങൾ കാണാത്തത് പോലെ കുറെ പ്രൊഡക്ട്സ് എത്തിയിട്ടുണ്ട്. എനിക്കറിയാത്ത പ്രൊഡക്ട്സ് ആരൊക്കെ അയച്ചു തന്നു. സോ അത് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ പറയുന്ന എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക. അതൊരു ആമസോൺ ഷോപ്പാണ്. സോ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ലിസ്റ്റഡ് ആയിരിക്കും. ഫോട്ടോസ് കാണുന്ന നിങ്ങൾക്ക് ഓരോന്ന് അവിടെ നിന്ന് ആമസോൺ തന്നെ വാങ്ങാം. സോ അടുത്ത പ്രൊഡക്റ്റ് എന്നോട് കുറെ ആൾക്കാർ വെച്ചിട്ട് കിടുക്കാഴ്ചയായിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ ഗൈസ്. നല്ല സൗണ്ട് വേണം, നല്ല ബാസ് വേണം, എന്നാൽ നല്ല കാണാൻ ലുക്ക് ആവണം, ചെറുതാവണം, പ്രൈസും കുറയണം. ട്രിബിറ്റ് എന്നൊക്കെ പറയാം. ഇതാണ് സാധനം. ജസ്റ്റ് എനിക്ക് പേരൊന്നും അറിയത്തില്ല. അപ്പം ഇത് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാൻ എനിക്ക് തന്നെ വാങ്ങിയതാണ്. ഒരു എക്സസ് സൗണ്ട് ഗോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടുക, അതിങ്ങനെ ഓപ്പൺ ആക്കി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ സിമ്പിൾ പാക്കേജിങ് ആണ് ഇതാക്കണം. അപ്പം ഇതാണ് നമ്മളുടെ സ്പീക്കർ. ഭയങ്കര സ്മോൾ ആണ്, അതുപോലെ തന്നെ നല്ല സൗണ്ട് ആണ് ഇതാക്കണം. ഇവിടെ ബട്ടൺസ് ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ സാധനം ജസ്റ്റ് ഓൺ ആക്കാം. ലൈറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. ചെറിയൊരു സൗണ്ട് വരും, ഇതങ്ങ് ഓൺ ആവും. വേറെ അഡീഷണൽ RGB ലൈറ്റ് അങ്ങനത്തെ കുന്ത്രങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു പോളിഷ്ഡ് ആട്ടോ, നല്ല ക്ലീൻസ് ആണ്. ഞാൻ ഒരു പാട്ട് വെച്ച് കാണിച്ചുതരാം. നല്ല ബാസ്. കണ്ടില്ലേ, നല്ല ബാസ് കഴിച്ചു. എനിക്ക് ഭയങ്കര സൗണ്ട് ഒന്നും കിട്ടും. നിങ്ങളിത് ഭയങ്കര സൗണ്ടുള്ള സാധനം പ്രതീക്ഷിച്ചത്, പക്ഷെ നല്ല ക്യൂട്ട് ബേസും കാര്യങ്ങളും അതിൽ ചെറിയൊരു സൗണ്ടിൽ ചെറിയൊരു സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു റൂമിലേക്കുള്ള സാധനം ഉണ്ട്. അടിപൊളിയാണ്. 2799 രൂപക്ക് ഉള്ള സാധനം ഉണ്ട്. വേറെ ഒന്ന് പ്രൊഡക്ട്സ് കൂടി ഉണ്ട്, പക്ഷെ അത് കണ്ടില്ല, എന്റെ സ്പെക്സ് കണ്ടില്ലേ. സോ ഇത് കുറച്ച് ഓൾഡ്, അപ്പൊ ഇത് ഒന്ന് മാറ്റേണ്ടതായിരിക്കുന്നു. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ലെൻസ് കാർട്ട് ഉണ്ട്. സോ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കളക്ഷൻസ് നോക്കാം ഗൈസ്. അപ്പൊ നോക്കണം, എന്റെ സ്പെക്സ് ഒക്കെ ഞാൻ ഇതിലാട്ട വെക്കാറ്. ഇപ്പൊ എന്റെ കളക്ഷനിൽ ഇതാക്കണ ഈ ഒരു സ്പെക്സ് ഉള്ളു. ഇത് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ ഗൈസ്. ഈ സാധനം നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഞാൻ വെച്ച് ചവറായി. ഇനി കുറച്ച് പുതിയത് എടുക്കണം, കുറച്ച് സ്ക്വയർ ഉള്ള ടൈപ്പ് എടുക്കണം ഗൈസ്. ഇപ്പൊ കാർ ഇവിടെ നിർത്തി ഞാൻ വന്നിക്കട്ടെ MG റോഡുള്ള ലെൻസ് കാർട്ടിലാട്ടോ. സോ ഇതാണ് നമ്മളുടെ MG റോഡുള്ള ലെൻസ് കാർട്ട്. നല്ല ഹ്യൂജ് ഷോപ്പാണ് ഗൈസ്. നമുക്ക് എന്തായാലും എൻ്റർ ചെയ്യാം. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മ, ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടോ. അത്യാവശ്യം ഭയങ്കര ഹ്യൂജാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ എത്തി. സോ ആദ്യം തന്നെ കണ്ടതാക്കണ എൻ്റെ മോനെ, വേറെ ലെവൽ സാധനം ഗൈസ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു മൂഡായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഏതാണ് കുറച്ചുകൂടി ചേരുന്നതെന്ന്. ഇത് കൊള്ളാം. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതുണ്ട്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ഗൈസ്. ഇവിടെ ഒരു ഓഫേഴ്സ് ഉണ്ട്, അതായത് buy 1 get 1 ആണ് ഫ്രീ. സോ അതിൻ്റെ ആക്ടിവേറ്റഡ് ഓഫർ പേഴ്സൺ ആണ് ഞാൻ, അതുകൊണ്ട് തന്നെ
എനിക്ക് ഒന്നെടുക്കുമ്പോൾ ഡ്യൂഡിക്കും കൂടി നമുക്ക് ഒന്നെടുക്കാം. നമുക്ക് ഡ്യൂഡിക്ക് പറ്റിയ സാധനങ്ങളാട്ടോ, അങ്ങനെ മഞ്ഞ, പച്ച, ചുവപ്പ് ഇങ്ങനത്തെ ഏതെങ്കിലും നമുക്ക് ഡ്യൂഡിക്ക് എടുക്കണം. ഇത് കൊള്ളാട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇനി നോസ് പേഡ് ഉണ്ട്. പക്ഷേ ആ നോസ് പേഡിൽ എടുക്കത്തില്ല, കാരണം എനിക്കിവിടെ ചെറിയൊരു ഇറിറ്റേഷൻ വരും. അപ്പോൾ ഇങ്ങനത്തെ അല്ലാത്ത നമുക്ക് ഏതെങ്കിലും വാങ്ങാം. ഗൈസ്, അപ്പോൾ 2 ഗ്ലാസ് എടുത്ത് ഞാൻ ലെൻസ് കാർട്ടിൻ്റെ മുമ്പിലാണ്. ഒന്ന് ഒരു നോർമൽ വൈറ്റ് ഗ്ലാസ്, അത് ഞാൻ പവർ ചെയ്യാൻ കൊടുത്ത്, പിന്നെ ഇത് ഡ്യൂഡിക്ക് എടുത്താണ്. സോ ഞാനത് തൽക്കാലം ഇപ്പം വെച്ച് നടക്കുന്നു. മെയിനായിട്ട് ഇവിടെ ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട് ഗൈസ്. സോ അത് എടുത്ത് കഴിയുമ്പം ഒന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അനിയത്തിക്കോ ഫ്രണ്ടിന് ഒന്ന് വാങ്ങാം. ഭയങ്കര സിമ്പിളാണ്. വരിക, ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏതോ എടുക്കുക, അതിനൊപ്പം വേറെ ഒന്നും കൂടി ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. ഫ്രീ എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ ചടി വരും. ഇവിടുന്ന് ക്ലാസ് എടുക്കണ ഫ്രീ ഐ ചെക്കപ്പ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാൻ എടുക്കുക. പിന്നെ ഒരുപാട് 500-ൽ പരം കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, സെലക്ട് ചെയ്ത് ഇവിടെ വന്നാൽ നല്ല രീതിയിൽ ടൈം പോകും ഗൈസ്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും ഗൈസ്. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്പെക്സ് വാങ്ങി, അതിന് ശേഷം എനിക്കിപ്പോൾ എന്താ പറയുക, ഇതൊരു ഇട്ട് നോക്കിയിട്ട് വലിയൊരു സംഭവം തോന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ബോറായി ഫീൽ ചെയ്യും. 2ാമത് മാറ്റിക്കണം തോന്നിയാൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് എക്സ്ചേഞ്ചും ചെയ്യാം, അതുപോലെ തന്നെ റിട്ടേണും ചെയ്യാം. പിന്നെ ഞാൻ എടുത്തൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓവർ വെയിറ്റുള്ളൊക്കെ വെച്ചാൽ മൂക്കിന് ഇവിടെ കടിയാളം വരും, എസ്പെഷ്യലി ഈ നോസ് പാഡൊക്കെ ഉള്ള സാധനം. സോ ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്, അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസും ആണ്. പിന്നെ ഇതാക്കണം, ഇതിൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളർ കാണല്ലേ, കുറെ ആൾക്കാർ വയ്ക്കുന്ന ബ്ലൂ കളർ. സോ ഇത് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് എടുത്തത് ബ്ലൂ കട്ട് ഏഡ് ചെയ്തിട്ടുണ്ട്, ആന്റി ക്ലെയർ, അങ്ങനത്തെ എല്ലാ സാധനം. പിന്നെ സ്പെഷ്യൽ സാധനം പേരിക്ക് പറഞ്ഞു, ലൈക്ക് എന്താ പറയുക, രാത്രിയൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അപ്പുറത്തെ വണ്ടീൻ്റെ ഈ ബ്രൈറ്റ് ലൈറ്റ് ഉള്ള അതൊക്കെ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ടെക്നോളജി ഉണ്ട്. സോ അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സൺഗ്ലാസസിലേക്ക് വന്നാൽ, ഷെയ്ഡ്സിലേക്ക് വന്നാൽ അഡ്ജസ്റ്റബിൾ സിലിക്കോൺ നോട്ട് പാഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതില്ലാത്തതും അവൈലബിൾ ആണ്. പിന്നെ ഈ എല്ലാ സൺഗ്ലാസസിലും നിങ്ങൾക്ക് എന്താ പറയുക, പവർ ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പവർ ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കാണാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, എന്നിട്ട് ഇതേമാതിരി പവർ ചെയ്ത് യൂസ് ചെയ്യും. ഇതിന്റെ ലെഫ്റ്റ് ചെറുതായിട്ട് പവേർഡ് ആണ്. ഓക്കെ, സോ ഡ്യൂഡി വന്നിട്ട് നമുക്ക് ഡ്യൂഡിന്റെ ആ ഒരു സ്പെക്സ് കൊടുക്കാം. സോ ഇപ്പം നമ്മൾ വന്നിരിക്കുക വേറെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഇത് ആരയച്ചതാണ്, ഞാൻ ഓർഡർ ചെയ്തില്ല. സീരിയസ്ലി ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ആരയച്ചതാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സാധനം ഏതായാലും ഒരു നമ്മളുടെ ഐഫോൺ അല്ല, ആപ്പിളിൻ്റെ ഒരു ഇതില്ലേ, ഒരു ഹെഡ്സെറ്റ് ഇല്ല ഫുള്ളായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ ആ ഒരു ടൈപ്പ് സെയിം സാധനമായിട്ട്. ഇതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. കംഫി വയർലെസ് ഹെഡ്ഫോൺ. കംഫി എന്നാണോ കോംഫി എന്നാണോ പറയാൻ കേരള, പക്ഷേ സാധനം അതാണ്. ഓക്കെ, സാധനം ഇതാ ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. സാധനം ഒറ്റ പൊട്ടിക്കൽ വന്നിട്ടുണ്ട്. ഓ കൊള്ളാടാ, എടാ ഇത് ചീപ്പല്ല, ഇത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കൈമ പിടിക്കുന്ന മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സെയിം ടൈപ്പ് ഡിസൈനിലാണ് ഇത് വരുന്നത് കേട്ടോ. കണ്ടില്ലേ? പക്ഷെ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല്, ഒരു തരം പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട്. പക്ഷെ നമുക്കിതെന്തായാലും ഒന്ന് വെച്ച് നോക്കാം. ആ എക്സാക്ട് സെയിം ഡിസൈനിലാട്ടോ, ഒന്ന് വെച്ച് നോക്കാം. കംഫർട്ട് ഉണ്ടോ നോക്കാം. ഓ എടാ മോനെ, ഇത് കൊള്ളാ, ചെവിയിലെല്ലാം നിൽക്കുന്ന നോക്കിയാ, കണ്ടില്ലേ? സാധനം നല്ല ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് പെയർ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എങ്ങനെ നോക്കാം. സൗണ്ട് ഇല്ലല്ലോ? സൗണ്ട് കുറവാ, സോറി കൂട്ടട്ടെ. What the hell? ഇത് കൊള്ളാം. ഓ വാവ്, ഫുൾ ബേസാ ഗൈസ്. ഇതിന് 2099 രൂപ ഉള്ളത്. അതായത് icruz.digital.com എന്ന സൈറ്റ് ഉണ്ട്. ഞാൻ ലിങ്ക് ഉണ്ടാക്കി താഴ്ത്തി കൊടുക്കുക. ഇതിലുണ്ട് 2099 റുപ്യ. സോ അതിനുള്ള അടിപൊളി സാധനം ഗൈസ്, എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രൈസിന് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കുക, നല്ല ബാസിൽ ഇത് കേൾക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ തന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ കൊള്ളാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഓർഡർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊക്കെ എന്താന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഇതൊക്കെ ഞാൻ ആമസോണിൽ പലതും ഇങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കും. എന്താ പറയുക, ഒരു 5 ഒരു 6 പ്രൊഡക്റ്റെങ്കിലും ആകുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാം. ആ ഒരു സെറ്റപ്പ്. ഇത് നിങ്ങൾ എന്താ പറയുക, കാണിച്ചു തരാൻ ഒരു സാധനം ഇവിടെ ഇല്ല. ലൈക്ക് ആപ്പിളില്ലേ, ആപ്പിള് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഇതാണ് സാധനം. ഇതിൻ്റെ മുകളിൽ ആപ്പിൾ ഇങ്ങനെ വെക്കും, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യും. അപ്പോൾ ആപ്പിൾ 4 കഷ്ണമല്ലേ, എത്ര കഷ്ണമാണോ, 1 2 3 5 6 കഷ്ണമായിട്ട് അങ്ങ് വരും. കറക്റ്റ് കട്ടിങ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് സാധനമാണ് ഗൈസ്. അപ്പോൾ അടുത്ത ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് 120 റുപ്പീസിൻ്റെ മൗസാണ് ഗൈസ്.
അപ്പം നിങ്ങൾക്ക് ഞാനത് യൂസ് ചെയ്ത് നോക്കി, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തീരെ വെയിറ്റും കാര്യങ്ങളില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, എന്താ പറയുക, മൗസ് ഇടക്കിടക്ക് മാറ്റണം അല്ലെങ്കിൽ കേടായി പോകുന്നുണ്ട്, നിങ്ങൾക്ക് തക്കണം ഈ 130 രൂപേൻ്റെ മൈക്ക് ജസ്റ്റ് 130 റുപ്പീസ്, അറൗണ്ട് അത്ര രൂപയുള്ളൂ. നല്ല ക്ലിക്കബിൾ ബട്ടൺസ് ആണ്, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ, ഒരു PC സെറ്റപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ മൗസ് നോക്കിയോളി, ഇതിൽ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, എല്ലാം ബ്ലാക്ക് ആണ്, മൗസ് ബ്ലാക്ക്. ഇത് വെയിറ്റ് നോക്കുന്ന മെഷീനാണ്, ജസ്റ്റ് 500 രൂപ. ഓക്കെ, 500 റുപ്പീസിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വെയിറ്റ് നോക്കുന്ന ഒരു മെഷീനാണ്. കുറേ ആൾക്കാരെ കണ്ടിട്ട് 5 രൂപ കെട്ടിട്ട് പുറത്ത് പോയിട്ട് വെയിറ്റ് ഒക്കെ നോക്കും, കുറേ ആൾക്കാർ നോക്കാറ്. സോ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെയിറ്റ് നോക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ജസ്റ്റ് 500 റുപ്പീസേ ഉള്ളൂ. 500 രൂപക്ക് നല്ല അടിപൊളി സാധനം. ഞാൻ 3 വർഷമായി ഇത് യൂസ് ചെയ്യുന്നത്, ഇതുവരെ കുഴപ്പമില്ല. 3 വർഷത്തിന് ഒരു വട്ടമാണ് ഞാൻ ഇതിൻ്റെ ബാറ്ററി മാറിയത്. ഒരു AA ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്ത്. കുറച്ച് പൊടിയൊക്കെ ആണ്. ജസ്റ്റിൻ്റെ മുകളിൽ നിന്നാൽ നല്ലൊരു ഡിസൈൻ ആട്ടോ ഗൈസ്, നല്ലൊരു ഡിസൈനാണ്. ജസ്റ്റിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് വരും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിയ ആമസോൺ ഗാഡ്ജറ്റ്സ് കഴിഞ്ഞു, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇത് ഡീബോട്ടാണ്. ഇതിനെപ്പറ്റി ഞാൻ ഒരു റീൽ ഇട്ടിരുന്നാൽ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഇത് ആക്ച്വലി ഇതെന്താ ഒരു മിഷൻ വെച്ച് ജസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് വാങ്ങേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കുക. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഹോം ക്ലീനിങ് കിറ്റ്. ഓക്കെ, അതായത് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറ് ക്ലീൻ ആക്കും, വാക്യൂം ചെയ്ത് പൊടികളൊക്കെ എടുക്കും, മുടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കും, ക്ലീൻ ആവും. അതുപോലെ തന്നെ വെള്ളം യൂസ് ചെയ്ത് ഫ്ലോർ മോപ്പ് ചെയ്യും, അതായത് തുടച്ച് വൃത്തിയാക്കും. അതും ഇതിൽ ഇൻബിൽഡായി വരുന്നുണ്ട്. സോ കുറേ പേര് ചോദിച്ചു അതിൻ്റെ വെള്ളം എടുത്ത് ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊന്നും വലിയ ടാസ്ക്കുള്ള പരിപാടിയില്ല. സിമ്പിൾ ആയിതാക്കണം. ഈ 2 സൈഡിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൈമേൽ ഊരി പോരും കേസ്. അത്രയ്ക്ക് സിമ്പിളാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നൊക്കെ നമുക്ക് സെറ്റാക്കാൻ കഴിയും. അതനുസരിച്ച് കുറച്ചാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരാഴ്ച വരെ ഇതിൽ വെള്ളം കിട്ടും. അങ്ങനെ ഇതിൽ നമുക്ക് ഇതാക്കണം, ഈ സാധനം നമുക്ക് പറിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തിടാം. അത് നമുക്ക് നമ്മളെ വീട്ടിൽ എത്രമാത്രം അഴുക്കുണ്ട് അതിനനുസരിച്ചിരിക്കും. നല്ല മുട്ടൻ ക്ലീൻ ഇല്ലാത്ത വീടാണെങ്കിൽ നമ്മളിത് ഡെയിലി അഴിച്ച് ക്ലീൻ ചെയ്തിടണം. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞ് എല്ലാ ദിവസവും യൂസ് ആകുമ്പോൾ എല്ലാ ദിവസവും വീട് ക്ലീൻ ആവും. അപ്പം പിന്നെ വീക്കിലി ഒക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ 2-3 വാങ്ങിയാൽ നിങ്ങൾക്ക് അതിങ്ങനെ ജസ്റ്റ് മാറ്റിയിട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതിൽ വെള്ളം നിറയ്ക്കുക, ഇതിങ്ങനെ ഇതിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് നിങ്ങളെ വീട്ടിലേക്കുള്ള എല്ലാ തരം ക്ലീനിങ് ഇത് ചെയ്യും. ഞാനിപ്പം ഇത് ഒരു മാസമായി യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഐ ആം 100% ഹാപ്പി. കാരണം വെച്ചാൽ എല്ലാ ദിവസവും 8 മണിക്ക് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഇത് ക്ലീൻ ചെയ്യും. എൻ്റെ ഈ റൂം ക്ലീൻ ചെയ്യും, ഇത് ക്ലീൻ ചെയ്യും, കിച്ചൺ ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ റൂം ക്ലീൻ ചെയ്യും. ഓക്കെ, ഡ്യൂട്ടിയൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിടും. ഓവറോൾ അടിപൊളി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് താഴത്തിൻ്റെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് പോയി നോക്കുക. ഇഷ്ടമുള്ള എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് നമ്മളെ ചാനലിൽ. നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ പ്രൊഡക്ട്സും ലിസ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് പോയി വാങ്ങാം ആമസോണിൽ. സോ ലവ് യു ആൾ.